ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് സീസൺ 7 പുതിയൊരു പ്രൊമോ അപ്ഡേഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രൊമോ കുറച്ച് സീനാണല്ലോ. ലാലേട്ടൻ എന്താ ഫ്ലോറിൽ നിന്നൊക്കെ ഇറങ്ങി പോകുന്നുണ്ടല്ലേ. എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. പ്രൊമോനകത്ത് ആദ്യം കാണിക്കുന്നത് ലാലേട്ടൻ പറയാം സന്തോഷം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, അതുപോലെ തന്നെ എലിമിനേഷൻ ഉണ്ടാവും. അങ്ങനെ പറഞ്ഞതിന് ശേഷം സ്ക്രീനിൽ കാണിക്കുന്നത് നമ്മുടെ ആദില, അതുപോലെ തന്നെ സാബുമാൻ, റെന, ലക്ഷ്മി, പിന്നെ ആര്യൻ, ഷാനവാസ്, ഇത്രയും പേര് നമ്മുടെ ഗാർഡൻ ഏരിയയിൽ നിൽക്കുകയാണ്. ആ സമയത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന അനുവാണ്. അനുവിൻ്റെ അടുത്ത് വിധിപ്പെട്ടി എന്നായിരിക്കണം എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം കുറേ പൂമാലകൾ ഇരിപ്പുണ്ട്. ഈ സമയം ലാലേട്ടൻ പറയാണ് എൻ്റെ കയ്യിൽ കിട്ടിയേക്കണം 1-ാം നമ്പറാണെന്ന് പറയുന്നു. പിന്നെ കാണിക്കുന്നത് അനു ആദിലയുടെ നേരെ പൂമാലയായിട്ട് നടന്ന് നീങ്ങുന്നതാണ് കാണിക്കുന്നത് സ്ക്രീനിനകത്ത്. സെയിം ടൈം അവിടെ നമ്മുടെ നൂറ കരയാണെന്ന് തോന്നുന്നു, വാ പൊത്തി ഇങ്ങനെ വരുന്നുണ്ട്. അത് പക്ഷേ ബാക്കി കണ്ടസ്റ്റൻസ് ഒക്കെ നമ്മുടെ ലിവിങ് ഏരിയയിലാണ് ഇരുന്നേച്ചത്. അവിടെ നിന്ന് നൂറ് എഴുന്നേറ്റ് വരുന്നത് കൊണ്ടിട്ടാണോ എന്നറിയില്ല, ലാലേട്ടൻ കുറച്ചധികം വയലൻ്റായിട്ട് സംസാരിക്കുന്നുണ്ട്. അനു നൂറ എന്ന് വിളിച്ചിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ഗെയിം കളിക്ക്, പിന്നെ ഞാൻ എന്തിനാ ഇവിടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ബിഗ് ബോസിനോട് പറഞ്ഞിട്ട് ആ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് തിരിഞ്ഞ് നടക്കുന്നത് കാണിച്ചിട്ടാണ് ഈ ഒരു സംഭവം, അതായത് ഈ പ്രമോ അവസാനിക്കുന്നത്. പ്രമോ ഒരിക്കലും നമുക്ക് 100% വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ. ആ സമയത്ത് പ്രേക്ഷകരെ കാണിക്കുന്നത് മൊത്തം ആകാംക്ഷയോടെ ആ ഓഡിയൻസിനെ കാണിക്കുന്നുണ്ട്. പ്രമോ നമുക്ക് അത്രത്തോളം വിശ്വസിക്കാൻ പറ്റില്ല. എങ്കിൽ പോലും ഇങ്ങനത്തെ സംഭവങ്ങൾ ബിഗ് ബോസിൽ വളരെ കുറവേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു തവണ മാത്രമാണ് ഇങ്ങനെ ലാലേട്ടൻ ആ ഒരു എപ്പിസോഡിൽ നിന്ന് ഇറങ്ങി പോകുന്നത് നമ്മളെ കാട്ടിയിട്ടുള്ളത്. എന്താണെങ്കിലും നമുക്ക് നോക്കാം ആര് ഔട്ടാകും എന്നുള്ളത്. ഏകദേശം നമ്മളെല്ലാവരും കേട്ട് കഴിഞ്ഞു ആര് ഔട്ടായി എന്നുള്ളതൊക്കെ. എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ. ഇനി വരുന്ന ആഴ്ച ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടസ്റ്റൻസിൻ്റെ മുൻപിലുള്ളത് വലിയൊരു വലിയൊരു കടമ്പയാണ്. ഈ 2 ആഴ്ച അവരുടെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവരുടെ ബാക്കിയുള്ള മുന്നോട്ടുള്ള ദിവസങ്ങൾ കുറച്ച് സ്മൂത്ത് ആവുക. ഈ 2 ആഴ്ച അവരെന്തോരം കണ്ടന്റ് ഉണ്ടാക്കുന്നു, എത്രത്തോളം ഫാൻസിനെ കൂട്ടുന്നു, വോട്ടായിട്ട് അത് കൺവേർട്ട് ചെയ്യുന്നു, അതിനെ ആശ്രയിച്ചിരിക്കും ടോപ്പ് 5 അവരുടെ യാത്ര. എന്തായാലും മികച്ചൊരു വീക്ക് നമുക്ക് അടുത്ത ആഴ്ചകളിൽ കാണാൻ പറ്റുമെന്ന് വിചാരിക്കാം. കണ്ടസ്റ്റൻസ് എല്ലാവരും നല്ല നല്ല പെർഫോമൻസുകൾ എടുക്കട്ടെ. അത് എൻ്റർടൈൻമെൻറ്റും അതുപോലെ തന്നെ അവരുടെ മത്സരബുദ്ധിയും എല്ലാം ഉൾക്കൊണ്ടിട്ടുള്ളൊരു പെർഫോമൻസ് അവർ നമുക്ക് തരാനായിട്ട് അവർക്ക് കഴിയട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ. അപ്പോൾ എന്തായാലും കൂടുതൽ അപ്ഡേഷനായിട്ട് വീണ്ടും വരാം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് പരിഗണിച്ചേക്കട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് മീ.